തെരഞ്ഞെടുപ്പ് കാലത്തു വരുന്ന സർവേകൾ പെയ്ഡ് സർവേകൾ എന്ന ജനങ്ങൾക്ക് സംശയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും യുഡിഎഫിന് നിലപാടില്ലെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. മാധ്യമങ്ങളുടെ സർവേകളെക്കുറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സർവേയുടെ ഫലങ്ങൾ ഓർത്തുനോക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അന്ന് കെ ശൈലജയും എം മണിയും എം രാജേഷും മുഹമ്മദ് റിയാസും പരാജയപ്പെടുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പെയ്ഡ് സർവേ ആണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. സർവേകളുടെ ശാസ്ത്രീയ അടിത്തറ ജനങ്ങളോട് പങ്കുവെക്കുന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സർവേ എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, കുറച്ച് കാലമായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ. പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ലേ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ. അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത്, അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് UDFന്റെ ശബ്ദം കേൾക്കുന്നില്ല. അധികാരത്തിന് മാത്രമാണ് BJPയും കോൺഗ്രസും മത്സരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്ത സൃഷ്ടിക്കാൻ PR ഏജൻസികൾ തയ്യാറാക്കുന്ന വാചകങ്ങൾക്കപ്പുറം BJP എതിർക്കുന്നതിൽ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസ്സിന് ഒരു താല്പര്യവുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അധികാരവും ഇവ രണ്ടിലും മാത്രമേ കോൺഗ്രസ്സിന് BJPയുമായി അഭിപ്രായ വ്യത്യാസവും മത്സരവുമുള്ളൂ. മലപ്പുറം, കണ്ണൂർ, പത്തനംതിട്ട, എറണാകുളം, മാവേലിക്കര NDA സ്ഥാനാർത്ഥികൾ UDF സംഭാവന ചെയ്തതാണ്. BJPക്ക് കേരളത്തിൽ 4-1 സ്ഥാനാർത്ഥികളെ നൽകിയതും UDF ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.